അങ്കോലയിൽ കാണാതായ അർജുനായി 10ാം ദിനത്തിലും തെരച്ചിൽ തുടരുന്നു. ഗംഗാവലി പുഴയിൽ 3 ലോകഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് രക്ഷാദൌത്യത്തിൽ പങ്കാളിയായ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ പറഞ്ഞു. അർജുൻ ക്യാബിനകത്ത് ഉണ്ടെന്ന് ഉറപ്പില്ല. ലോറി ഉടൻ മുങ്ങിപ്പോകാൻ സാധ്യതയില്ല. ലോറിയുടെ ക്യാബിനും ബോഡിയും വേർപെടാൻ സാധ്യതയില്ലെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അടിയൊഴുക്ക് ശക്തമായതിനാൽ നിലവിലെ അവസ്ഥയിൽ മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധനയ്ക്ക് തടസ്സമുണ്ടെന്നും ഇന്ദ്രപാൽ പറഞ്ഞു. രാത്രിയിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. ഇവിടെ 4 ഐറ്റംസ് ഉണ്ട്. ഇരുമ്പുണ്ട് 4 ഒബ്ജക്ട്സ്. ഒന്ന് ഒരു റെയിലിംഗ് ഉണ്ട് അലോങ് ദി റോഡ്, സേഫ്റ്റി റെയിലിംഗ്. സെക്കൻഡ് ഒരു ടവർ ഉണ്ട് വെള്ളത്തിൽ വീണത്. തേർഡ് നമ്മുടെ മെർസിഡീസ് ബെൻസ്, അർജുന്റെ മെർസിഡീസ് ബെൻസ്. ആൻഡ് ഫോർത്ത് ഒരു ഇപ്പോഴും കാണാത്ത ഒരു ക്യാബിൻ, ടാങ്കറിന്റെ ക്യാബിൻ. ഈ 4 ഐറ്റംസ് മിസ്സിംഗ് ആണ്. ആ 4 ഐറ്റംസിന് വെള്ളത്തിലാവാനാണ് മാക്സിമം ചാൻസ്. അപ്പോൾ ഇന്നലെ 2 സ്പോട്ട് കിട്ടിയപ്പോൾ 2 സ്പോട്ട് ഇവിടെയുള്ളൂ. ബാക്കി 4 സ്പോട്ട് എവിടെയാണ്, ബാക്കി 4 സ്പോട്ട് കൂടെയാണോ സെപ്പറേറ്റ് ആണോ അത് അറിയാനായിരുന്നു നമ്മുടെ പ്രശ്നം മൈൻഡിൽ. ഇത് എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ അതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒന്നുകൂടെ കയറി സൗണ്ട് റേഞ്ചിങ് എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ട് പിന്നെ മാഗ്നറ്റോമീറ്റർ ഉപയോഗിച്ചിട്ട് അപ്പോൾ 3ാമത്തെ ഒരു സ്പോട്ട് വീണ്ടും കിട്ടി. നമ്മുടെ ഒരു ഡ്രോൺ ഫ്ലൈ കുറച്ച് ചെയ്തപ്പോൾ ഇനിയൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ 3ാമത്തെ സ്പോട്ട് നമുക്ക് റെഡിയായി. ഇപ്പോഴും 4ാമത്തെ ഐറ്റം എവിടെയാണ്, അത് കൂടെയുണ്ടോ സെപ്പറേറ്റോ അറിയാൻ പറ്റില്ല. 3 സ്പോട്ട് തന്നെയാണോ അതോ ഇനിയൊരു സ്പോട്ട് ഉണ്ടാവോ പറയാൻ പറ്റില്ല. ഈ 4 സ്പോട്ടിൽ നമ്മുടെ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു എവിടെയാണ് ട്രക്ക്. കാരണം ആ ട്രക്കിന്റെ അകത്ത് തന്നെ നമ്മുടെ അർജുനൻ ഉണ്ടെങ്കിൽ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ട്രക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ റൂൾ ഔട്ട് ചെയ്യും? ടെക്നിക്കലി ആൻഡ് ലോജിക്കലി ഈ രണ്ടും കൂടിയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ആ 3rd സ്പോട്ടില് ട്രക്കിന്റെ പൊസിഷനിങ് പോസിബിളി ഹയസ്റ്റ് ആണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ കൺക്ലൂഷൻ. ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ഫ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് വി നോ ദാറ്റ് തെർമൽ ഇമേജിംഗ് നമ്മൾ ട്രൈ ചെയ്തു. കാരണം വി നോ ദാറ്റ് തെർമൽ ഇമേജിംഗ് ഈസ് ഓൺലി ദെയർ ഫോർ ബോഡി വിച്ച് ഈസ് ജനറേറ്റിംഗ് ടെമ്പറേച്ചർ. അർജുനന്റെ ശരീരം അവിടെ ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ അകത്ത് നമ്മൾ എടുക്കണമെങ്കിൽ എപ്പോഴാണ് അതിനെ എടുക്കേണ്ടത്? ആ ഡലേമാണ് ഇപ്പോൾ DCയുടെ കയ്യിൽ, അഡ്മിനിസ്ട്രേഷന്റെ കയ്യിൽ. കാരണം അവിടെ 6 knots വരെ കറണ്ട്, 6+ knots കറണ്ട് ഉണ്ട്. ആൻഡ് മഴ പെയ്താൽ കറണ്ട് കൂടുന്നു. ആൻഡ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നേവൽ ഡൈവേഴ്സിന്റെ ഡിസൈൻഡ് കപ്പാസിറ്റിയാണ് 2 knots. അവർ 3 knotsലും ചിലപ്പോൾ ചെയ്യും ജീവനം രക്ഷിക്കാനായിട്ട്, സ്വന്തം ജീവിതത്തിനെ റിസ്കിലിട്ടിട്ട്. അത് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ. പക്ഷെ 6 knots 8 knotsൽ ഡൈവ് ചെയ്യാൻ പറഞ്ഞാൽ സ്വന്തം ഓൾമോസ്റ്റ് സുസൈഡൽ പോലെ ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ. ബട്ട് നേവി ഈസ് എ ബെറ്റർ ഓർഗനൈസേഷൻ ടു കമന്റ് ഓൺ ദാറ്റ്. ഇത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് എ ഡൈവർ. ഒരു ഡൈവിംഗ് കോഴ്സിൽ പോയിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡൈവേഴ്സിനെ എപ്പോഴാണ് ഇറക്കേണ്ടത്? അതൊരു ബിഗ് ഡയലമാണ്. ആ ഒരു ഇമ്പാക്റ്റില് ക്യാബിൻ സെപ്പറേറ്റ് ആവുന്ന ചാൻസ് കുറവാണ് ഈസ് ഓവറോൾ. ആൻഡ് വേറൊരു ക്യാബിനും ഉണ്ട്. അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ ഇന്നത്തെ സ്കാനിംഗ് ചെയ്തിട്ട് ഈ 3rd മോസ്റ്റ് സ്പോട്ട് വിച്ച് വാസ് ദി അൺഎക്സ്പെക്ടഡ് സ്പോട്ട്, അവിടെ ആയിരിക്കും ട്രക്ക് ആവുന്ന ചാൻസ്, ഹയസ്റ്റ് ചാൻസ്. ആ ഇൻഫർമേഷൻ നമ്മൾ റീസണബിൾ കോൺഫിഡൻസ് വെച്ചിട്ട് സിവിൽ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടുന്ന് എങ്ങനെയാണ് മുന്നോട്ട് ഓപ്പറേഷൻസ് കൊണ്ടുപോവുക, ഫർദർ റെസ്ക്യൂ കൊണ്ടുപോവുക, അത് MLAയും പിന്നെ ഇവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് അവർ ഡിസൈഡ് ചെയ്യും. നമ്മുടെ എന്താ സഹായകം അവർക്ക് വേണ്ട അത് വി വിൽ കണ്ടിന്യൂ ടു പ്രൊവൈഡ് ആസ് ലോങ് ആസ് വി ക്യാൻ. വിവരങ്ങൾ നൽകാൻ അങ്കോളയിൽ നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, ഇതുവരെയുള്ള രക്ഷാസംഘത്തിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇനി അടുത്ത ഘട്ടം എന്താണ്? രശ്മ, ഗംഗാവലി പുഴയിൽ ഇന്ന് നടത്തിയ ഡ്രോൺ പരിശോധനയിൽ 4 ലോകഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിലൊന്ന് അർജുന്റെ ലോറിയാണെന്നാണ് ഒരു അനുമാനത്തിലെത്തിയിരിക്കുന്നത്. എന്നാൽ അർജുൻ ക്യാബിനകത്തുണ്ടെന്ന് ഉറപ്പില്ല. ഇപ്പോ ഈ 4 ലോകഭാഗങ്ങൾ എന്ന് പറയുന്നത്
ഒന്ന് അർജുന്റെ ലോറിയാവാം, മറ്റൊന്ന് ഈ റോഡിന്റെ കൈവരിയാണ്, മറ്റൊന്ന് ഒരു മൊബൈൽ ടവറാണ്, മറ്റൊന്ന് ഈ ഒലിച്ചുപോയി എന്ന് പറയുന്ന ടാങ്കറിന്റെ ക്യാബിനാണ്. അതായത് ഈ 4 സാധനങ്ങളാണ് ഇപ്പോൾ ഈ 4 സാധനങ്ങളുടെ ഒരു സിഗ്നലാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ക്ഷമിക്കണം, ഈ 4 എണ്ണമാണ് കിട്ടാനുള്ളത്. ഇതിൽ 3 സ്പോട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 4 സാധനങ്ങളിൽ 3 സ്പോട്ടുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നു. എന്തായാലും നിലവിലിപ്പോ ഈ നേരത്തെ നമ്മൾ സംശയിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടാങ്കറിന്റെ ക്യാബിനും ബോഡിയും തമ്മിൽ വേർപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല, അതിനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മെർസിഡസ് ബെൻസ് കമ്പനിയുമായി ആ കാര്യം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് രണ്ടും കൂടി ലോക്കാവും, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് വേർപെട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാബിനുള്ളിൽ അർജുൻ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം തെർമൽ സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ഈ ഡ്രോൺ പരിശോധന നടത്തും. ഇന്ന് രാത്രിയോടുകൂടിയാണ് പരിശോധന നടത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. രാത്രി ഇത് സംബന്ധിച്ച ഒരു പരിശോധന നടത്തും. അത് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ പരിശോധന നടത്താൻ കഴിയൂ. പക്ഷെ നിലവിലിപ്പോ വലിയ കാറ്റോ മഴയോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ നടത്തിയതുപോലെ രാത്രി ഈ പുഴയുടെ മുകൾ ഭാഗത്തായി ഡ്രോൺ പറത്തിയിട്ടുള്ള പരിശോധന, ഡ്രോൺ റഡാർ പരിശോധന നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി വിശദാംശങ്ങൾ ലഭ്യമാകാൻ കഴിയും. സുനിൽ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഇനിയുള്ള ഡ്രോൺ പരിശോധനയിൽ ഈ വാഹനത്തിനുള്ളിൽ, ഈ ലോറിക്കുള്ളിൽ ഒരു മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ദൗത്യസംഘം പങ്കുവയ്ക്കുന്നുണ്ടോ? എന്താണ് കരുതുന്നത്? അങ്ങനെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല ആ വാർത്താ സമ്മേളനത്തിൽ. അത് പരിശോധിക്കുകയാണ്. മാത്രമല്ല ഇനിയിപ്പോ ഈ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ പുറത്തെടുക്കുമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കേണ്ടത് നേവിയാണ്. അത് സംബന്ധിച്ച് നേവിയാണ് അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വളരെ ശക്തമായ അടിയൊഴുക്കാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നേവിക്ക് നിലവിലെ ഒരു സാഹചര്യം വെച്ച് പുഴയിൽ ഇറങ്ങി പരിശോധിക്കാൻ കഴിയില്ല. കുറെ കൂടി കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി വിവരങ്ങൾ നേവിക്ക് കൈമാറുക എന്ന ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറെ കൂടി വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രി വീണ്ടും പരിശോധന നടത്തുന്നത്. എന്തായാലും ആ പരിശോധന നടത്തി അതിന്റെ വിവരങ്ങൾ കൈമാറാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ അത്തരം വിവരങ്ങൾ അവർക്ക് കൈമാറാം എന്നൊരു തീരുമാനത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രി വീണ്ടും പരിശോധന നടത്തുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടി നേവിക്ക് കൈമാറും. പിന്നെ ഈ അർജുനെ അവിടെ നിന്ന് ഈ അർജുനെ അവിടെ ഇതിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് പുറത്തെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് നേവിയാണ് തീരുമാനിക്കുന്നത്. അക്കാര്യത്തിൽ നേവി നാളെ കളക്ടറുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, സുനിൽ ഐസക്കാട് അങ്കോളയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.